നമസ്കാരം. വിസ്മയിപ്പിക്കുന്ന നിർമ്മിതികളേറെയുണ്ട് നമ്മുടെ ഭാരതത്തിൽ. പൗരാണിക കാലം മുതൽ നിർമ്മിക്കപ്പെട്ടവയിൽ പലതും ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നശിക്കാതെ നിലകൊള്ളുന്നു. അതിലൊന്നാണ് താജ്മഹലും. മറ്റേതിനേക്കാളും താജ്മഹലിനെ വേറിട്ടതാക്കുന്നത് അതിന് പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന ചില നിഗൂഢതകൾ കൊണ്ടാണ്. ചരിത്രത്തിലും കെട്ടുകഥകളിലും താജ്മഹൽ ഒരു നിഗൂഢ വിസ്മയമാണ്. താജ്മഹലിനെ കുറിച്ച് പറയുമ്പോൾ ചില നാടോടി കഥകളിലെന്ന പോലെ ഷാജഹാന്റെയും മുംതാസിൻ്റെയും പ്രണയകഥയാണ് പറയപ്പെടുന്നത്. മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി ഷാജഹാൻ നിർമ്മിച്ച ഓർമ്മ സ്മാരകമാണ് താജ്മഹൽ. ഇതൊരു പക്ഷേ കെട്ടുകഥയോ ചരിത്രമോ ആവാം. പക്ഷേ യമുന നദിയുടെ തീരത്ത് വെണ്ണക്കല്ലിൽ തീർത്ത ആ മാർബിൾ സ്മാരകം എന്നും സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്ന വിസ്മയം തന്നെയാണ്. ഏവരെയും ആകർഷിക്കുന്ന രഹസ്യങ്ങൾ ഒളിപ്പിച്ച വിസ്മയം. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിൻ്റെ നിർമ്മാണം 1631 ആരംഭിച്ച് 1653 പൂർത്തിയാക്കി എന്നതാണ് ചരിത്രം പറയുന്നത്. വെള്ള മാർബിളിൽ പണി കഴിപ്പിച്ച താജ്മഹലിൻ്റെ നിറമെന്താണെന്ന് ചോദിച്ചാൽ വെള്ള എന്നായിരിക്കും ഉത്തരം. എന്നാൽ സ്വർണ്ണ നിറത്തിലും താജ്മഹലിനെ കാണാനാവും. നിലാവുള്ള രാത്രിയിൽ താജ്മഹൽ സ്വർണ്ണ നിറത്തിലായിരിക്കും. അതിരാവിലെ പിങ്ക് നിറത്തിലുള്ള താജ്മഹലായിരിക്കും കാണാനാവുക. സ്ത്രീകളുടെ വ്യത്യസ്ത സ്വഭാവമാണ് ഈ നിറമാറ്റത്തിലൂടെ സൂചിപ്പിക്കുന്നതെന്ന് പറയപ്പെടുന്നു. 22 എന്ന സംഖ്യയും താജ്മഹലും തമ്മിൽ ഒരു ബന്ധമുണ്ട്. താജ്മഹൽ പൂർണ്ണമായും പണി തീർക്കാൻ 22 വർഷമെടുത്തു എന്നതാണ് ചരിത്രം. 22,000 തൊഴിലാളികൾ ചേർന്നാണത്രേ താജ്മഹൽ പണി കഴിപ്പിച്ചത്. കൂടാതെ 1000 ആനകളെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. താജ്മഹലിൻ്റെ ചുറ്റുമായി 4 മിനാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണത്താൽ മിനാരങ്ങൾ തകർന്നാൽ അതുമൂലം താജ്മഹലിന് നാശം സംഭവിക്കരുതെന്ന രീതിയിൽ പുറത്തേക്ക് ചെരിച്ചാണ് ഇവ പണി കഴിപ്പിച്ചിട്ടുള്ളത്. 4 വ്യത്യസ്ത വാസ്തുനിർമ്മാണ ശൈലിയിലാണ് താജ്മഹൽ നിർമ്മിച്ചത്. പേർഷ്യൻ, തുർക്കി, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുവിദ്യ താജ്മഹലിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് ചില ചൈനീസ് ബന്ധങ്ങളുമുണ്ട്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ക്രിസ്റ്റലുകളാണ് അലങ്കാര പണികൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ശ്രീലങ്കയിൽ നിന്നും ടിബറ്റിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ചില വിലപിടിപ്പുള്ള കല്ലുകൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. താജ്മഹൽ പണി കഴിപ്പിച്ച ശേഷം ഷാജഹാന്റെ മനസ്സിൽ തോന്നിയത്രേ ഇതുപോലൊരു നിർമ്മിതി ലോകത്തുണ്ടാകാൻ പാടില്ലെന്ന്. നിർമ്മിതി ഇനി ഉണ്ടാകാതിരിക്കാൻ താജ്മഹൽ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ഉസ്താദ് ഈസയുടെയും തൊഴിലാളികളുടെയും കൈവെട്ടി മാറ്റാൻ ഷാജഹാൻ ഉത്തരവിട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഉത്തരവ് നേരത്തെ തന്നെ അറിഞ്ഞ ഉസ്താദ് ഈസ ഷാജഹാൻ ചക്രവർത്തിയുടെ പടയാളികൾ നടപ്പാക്കുന്നതിന് മുമ്പ് താജ്മഹൽ അവസാനമായി തനിക്ക് കാണണമെന്ന് പറഞ്ഞതായും ഇതിനുശേഷം ഒരു ചുറ്റുകയും വലിയ ആണിയുമായി താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് പോവുകയും താജ്മഹലിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ആണി അടിക്കുകയും ചെയ്തു എന്നും അതേ തുടർന്ന് ഓരോ വർഷവും കണ്ണുനീർത്തുള്ളി പോലെ ഒരു വെള്ളം മുംതാസിൻ്റെ ശവകുടീരത്തിന് മേൽ വീഴുമെന്നും പറയപ്പെടുന്നു. കറുത്ത നിറത്തിൽ മറ്റൊരു താജ്മഹൽ പണിയാൻ ഷാജഹാൻ ഒരുങ്ങിയെന്നും പറയപ്പെടുന്നുണ്ട്. യമുന നദിയുടെ മറുകരയിൽ താജ്മഹലിന് അഭിമുഖമായി ഒരു കറുത്ത താജ്മഹൽ പണിയാൻ ഷാജഹാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് കഥ. വെള്ള താജ്മഹലിൽ മുംതാസിൻ്റെ ശവകുടീരവും കറുത്ത താജ്മഹലിൽ തൻ്റെ ശവകുടീരവും സ്ഥാപിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അപ്പോഴേക്കും മകൻ ഔറംഗസീബ് ഷാജഹാനെ തടവിലാക്കിയെന്നും കഥകളുണ്ട്. താജ്മഹലിൻ്റെ അടിഭാഗത്തേക്ക് നിരവധി അറകളും വാതിലുകളും വഴികളുമുണ്ട്. താജ്മഹലിൻ്റെ അടിത്തട്ട് പൂർണ്ണമായും തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും യമുന നദിയുടെ ഈർപ്പം കൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതെന്നും പറയപ്പെടുന്നു.